അപ്പോൾ ഇപ്പോൾ സമയം 5:30. ഇപ്പോൾ ഞാൻ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു, ബാങ്ക് വിളിച്ചു, പിന്നെ നിസ്കരിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് കിച്ചണിൽ കയറണം. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൻ്റെ അപ്പോൾ അവർക്കുള്ള ലഞ്ചും സ്നാക്സൊക്കെ റെഡിയാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പരിപാടികളും. അപ്പോൾ കണ്ടാലോ. അപ്പോൾ നമ്മുടെ പ്രേ റൂമാണ് കേട്ടോ. ഇതൊന്നും വന്നിട്ടില്ല, ഇരുട്ടാണ് പുറത്ത്. ഡ്രസ്സിലാണ്.
ഇത് വാവയ്ക്കുള്ളതാണ് കേട്ടോ. വാവയ്ക്ക് പഴം പുഴുങ്ങാണ്. പിന്നെ ദിക്രാനും ബേബിക്കും കൂടി ലഞ്ച് ബോക്സ് റെഡി ആക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു ആപ്പിളും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുക്കുംബറും എടുക്കുന്നുണ്ട്, പിന്നെ ബനാനയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നാക്സിന് ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത് അവർക്ക്. സ്നാക്സ് എപ്പോഴും സ്നാക്സ് കൊടുക്കൽ നടക്കില്ല. അപ്പോൾ ചില സമയം ഫ്രൂട്ട്സും ചില സമയത്ത് സ്നാക്സും അങ്ങനെയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് ചോറിൻ്റെ ഒപ്പം എന്തെങ്കിലും സൈഡായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒലിവിന് മുട്ടയും പഴം കൂടി പുഴുങ്ങിയിട്ടാണ് കേട്ടോ കൊടുക്കുക. അപ്പം ഞാൻ അത് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണം സ്കൂളിലേക്ക് കൊടുക്കാനും ഒരെണ്ണം ഒലിവിനുമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം വേഗം റെഡിയാക്കാം. അപ്പോൾ ഇനി ഇവർ എന്താ പറയുക, കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പരിപാടികൾ വേഗം ഫാസ്റ്റായിട്ട് നടത്തണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ ഇതാ പഴം ഏകദേശം ഒരു വേവായി തുടങ്ങി. അപ്പോൾ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഴം ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മുട്ട ഇടുള്ളൂ, കാരണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒലിവിന് കൊടുക്കാറുള്ളത്. പല ടൈപ്പിലും പരീക്ഷിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചില സമയത്ത് ഒക്കെ കൊടുക്കുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നേരൊക്കെ വെളിച്ചം വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് ഇനി ക്യാറ്റിനെ, പൂച്ചക്കുട്ടീനെ അവിടെ കൊണ്ടുപോയി ഇടാം കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ അപ്പിടാനായിട്ടുള്ളൊരു സ്പേസ് കൊടുത്ത് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കുറച്ച് നേരം അവിടെ കെട്ടിയിടാം. അപ്പോൾ അത് മൂത്രമൊഴിക്കലും അപ്പിടലും ഒക്കെ അവിടെ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിറ്റ് ഔട്ടിൽ കെട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ശംഖുപുഷ്പം. അപ്പോൾ ഇത് ആ പൂവ് പൂത്ത് നിൽക്കുന്നുണ്ട്. നോമ്പൊക്കെ ആയത് കാരണം നമുക്കത് പൊട്ടിച്ച് കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നല്ല ഇതിനറിയാം, അത് കാരണം നല്ല കൂളായിട്ട് അങ്ങ് ഫ്രണ്ടിലങ്ങ് നടന്നങ്ങ് പൊക്കോളും. അറിയുന്നത് കൊണ്ടാണ് കേട്ടോ. മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതിനൊക്കെ വെള്ളം കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്താണ് ഞാൻ സാധാരണ നനയ്ക്കാറ്. അപ്പോൾ ഇപ്പം നനയ്ക്കുന്നില്ല, കാരണം മഴ പെയ്ത് കാരണമാണ് ഈ സമയത്ത് നനയ്ക്കാത്തത് കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞാൻ നനയ്ക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. എല്ലാത്തിലും പൂവെല്ലാം കായായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പച്ചമുളകും പൂവിട്ടിട്ടുണ്ട്, കായായി വരുന്നുണ്ട്. സന്തോഷമാണ് നമുക്ക് ഇതൊക്കെ കാണുന്നില്ല, ഒത്തിരി കൂടി സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് പിടിപ്പിക്കുക, അതിലിങ്ങനെ കായകളുണ്ടാവുക, ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ എത്ര ഉണ്ടാക്കിയാലും ഉണ്ടാവാറുണ്ട്, പൊതുവെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഇവിടെ കുറേ സാധനങ്ങൾ വിത്തിട്ട് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വലുതായി സെറ്റായിട്ട് വേണം, അപ്പം ഒന്നും കൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനൊരു കുളിരും പുറത്തേക്ക് കാണാനൊരു ഭംഗിയും മനോഹരവും ഉണ്ടാവും. പിന്നെ
അപ്പം നമ്മുടെ പപ്പായ ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് വലുതായി കിട്ടണം. വലിയ പപ്പായയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അധികം നമുക്ക് അതിൽ വെക്കാൻ പറ്റില്ല. കുറേ കായകളുണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ ബാക്കിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് 2-3-4 എണ്ണം മാത്രം വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല വലുപ്പമാണ്, ഭാരം അതിന് തന്നെ താങ്ങാൻ പറ്റത്തില്ല. പിന്നെ മത്തൻ, കുറേ മത്തൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, മുളച്ചിട്ടുണ്ട്. പക്ഷേ പൂവിടുന്നുണ്ട്, കായ് അങ്ങനെ പിടിച്ചിട്ടില്ല. ചിലപ്പോൾ പിടിക്കുമായിരിക്കും. മത്തൻ മാത്രം വല്ലാതെ അങ്ങ് സക്സസ് ആവാറില്ല. മത്തൻ്റെത് ഒരു കായൊക്കെ കിട്ടിയിട്ടുണ്ട് വെച്ചിട്ട്. ഇവിടെ എന്തോ ഒരു പ്രാണി എന്തോ ഒന്ന് നശിപ്പിക്കുന്നുണ്ട് മത്തൻ കായ്. ബാക്കിയെല്ലാം നമുക്ക് ശരിയാവുന്നുണ്ട് കേട്ടോ. കറിവേപ്പില നന്നായിട്ട് ഉഷാറായിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് മുരിങ്ങേൻ്റെ കൊമ്പ് കുറേ കുഴിച്ചിട്ടുണ്ട്, അതും നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഴ കുലച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം വെട്ടി, ഒരെണ്ണം രണ്ടാമത്തേത് കുലച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വാഴകളും കുലയ്ക്കാനായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അതൊക്കെ ഒരു രസമാണ്. പക്ഷെ മത്തം മാത്രം നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾപ്പൂവും മാത്രമേ ഉള്ളൂ. ക്രോസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ രണ്ടും കൂടി ഒരുമിച്ച് അതിൽ ക്രോസിങ് നടക്കുള്ളൂ. ഇതൊരു പൂവും മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പൂവ് ഒരുമിച്ച് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ക്രോസ് ചെയ്യിപ്പിച്ചേനെ അവരെ. പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ അത് ആ പച്ചമുളകും പിന്നെ ക്യാപ്സിക്കനൊക്കെ ഉണ്ട്. ഇത് ഫുൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെയാണ് കേട്ടോ. പല കളേഴ്സും ഉണ്ട് അതിൽ, 2-3-4 കളേഴ്സ് ഉണ്ട്. പിന്നെ വന്നിട്ട് മഞ്ഞൾ, അവിടെയും ഇവിടെ ഒക്കെ മഞ്ഞൾ വിത്തിട്ടിട്ടുണ്ട്, ഒക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ ഇത് പയറാണ് കേട്ടോ. അപ്പോൾ ഇതും 2-3 ഐറ്റം പയറുകളാണ്. ഒരെണ്ണം ചുവപ്പുണ്ട്, പച്ചയുണ്ട്, കുറ്റിപ്പയർ. അതിന് 3 ടൈപ്പ് പയറാണ് കേട്ടോ. ബാക്കി മത്തനുണ്ട്. പിന്നെ ഇത് വന്നിട്ട് കപ്പ നല്ല ഉഷാറായിട്ട് വലിയതായിട്ടുണ്ട്. ഇത് വിളവെടുക്കുന്നത് എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല, ഒരു പ്ലാനിങ് ഇല്ല. ഫസ്റ്റ് ടൈമാണ് ചാക്കിയിൽ വെച്ചുകൊണ്ടിരുന്നതാണ്, ഫസ്റ്റ് ടൈമാണ് മണ്ണിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അത് വിളവെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ ഈ സമയത്ത് നല്ല ഇല കൊയ്ച്ചിലാണ്. ഞാൻ മുറ്റടിച്ച് വയ്യാതെയാവും. വൈകിട്ടും രാവിലെയും അടിച്ചാലും പിന്നെയും മേല ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഫ്രണ്ടിലാകുമ്പോൾ തന്നെ വൃത്തിയിടല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മുറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരുന്നത്. ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് കൊടുക്കുന്നത് അവർ ഇത് കഴിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. കഴിക്കുന്നതായതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പം പിന്നെ ഓക്കെ മതിയെന്ന് തോന്നുമ്പോൾ ഒരു പീസൊക്കെ റിട്ടേൺ കൊണ്ടുവരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഫിനിഷ് ചെയ്യാറുണ്ട്. ഹെൽത്തിന് നല്ലതാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഒന്ന് മാറ്റി പിടിക്കുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പറഞ്ഞു വിടുക. ഇങ്ങനെ ഫ്രൂട്ട്സാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പറഞ്ഞായിക്കൊള്ളും. അതല്ല ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കൊടുത്തു വിടുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ വെക്കുന്നുണ്ട്, കഴിക്കുമെന്ന് വിചാരിക്കണം, കഴിക്കും എന്തായാലും. അപ്പോൾ ഇനി നമുക്ക് ഒലിവ് എണീക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള എല്ലാ ജോലികളും പെട്ടെന്ന് തീർക്കണം. വാഷിംഗ് മെഷീൻ വന്നിട്ട് 1 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അതിന് ടൈമുണ്ട് ഓഫ് ആവാൻ. ഏകദേശം എൻ്റെ പണിയൊക്കെ ഒരുവിധം ആകുമ്പോഴേ അത് ഓഫ് ആവുള്ളൂ. അപ്പം വിടോന് വേണ്ടി പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിക്കണം അല്ലേ? പൊലി വേണീറ്റു. സമയത്രയും 7:30 ആവാൻ പോണു അല്ലേ? പല്ല് തേച്ചാലോ? എന്തെങ്കിലും നോക്കണേ. പല്ല് തേക്കാം, ചാടിക്കണ്ടേ? പല്ലെവിടെ കുട്ടീൻ്റെ? പല്ലെവിടെ? ഉറങ്ങി വേണ്ടിട്ടെങ്കിൽ പല്ല് തേക്കാം. അപ്പോൾ കുടുംബച്ചിക്ക് അതുമില്ല.
ചുമയാണല്ലോ. ഞങ്ങൾ പല്ല് തേച്ചു അല്ലേ? നിന്നേക്കാൻ പറ്റില്ല. പല്ലോടെ കുട്ടിക്ക് നോട്ടെ കളറൊന്നും കൂടെ പല്ലൊക്കെ ഇത് പല്ലൊന്നും കാണിച്ചു തരാത്തെ. പല്ലൊക്കെ വാവേ വാവേ നീ ചായ കുടിക്കണം അല്ലേ? ദിക്കുനെ വിളിക്കണം. ദിക്കുടെ ബാത്റൂമില് ഇതുണ്ടായില്ലേ? എന്താ വേണ്ടായേ? സ്പൈഡർ ഉണ്ടായിരുന്നൂല്ലേ ബാത്റൂമില്? എന്താ മിണ്ടൂല? മിണ്ടൂലേ? മിണ്ട്. വേദനുണ്ടോ? സോറി കേട്ടോ. ഇതെന്താ ഇതാ വാവുയോ? ഇവിടെ എന്താ വാവുണ്ടോ? വാവോട് കുട്ടിൻ്റെ ബർത്ത്ഡേ സാറില്ല. വാവു എനിക്ക് ഇത് കൂടി ഇത് കഴിഞ്ഞു. ഇനി ഇതാണ്. അവിടെ എന്താ വാവുണ്ടോ? കൊതുത്തിട്ടില്ലല്ലോ. കുത്തിക്കണോ? എവിടെ? വെള്ളം കുടിച്ചണോ? വെള്ളം വേണോ? എടുക്കട്ടെ? ഓക്കെ. കൈ കഴുക്. കൈ കഴുക്. ഞാൻ നെക്സ്റ്റ് ചാടിക്കാം. ഓക്കെ. പല്ലോടെ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം എന്താ ഫുഡ് വേണ്ടത്? മുട്ട. എന്താ? അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ടയും പഴയും ജ്യൂസ് അടിച്ച് കൊടുക്കണം. അപ്പം അത് കഴിച്ച് കുട്ടികളെ വിളിച്ച് അവരെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം റെഡിയാക്കുമ്പോൾ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാവേ അല്ലേ? ടച്ച് കൊടുത്താൽ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞോളാം. അപ്പോൾ നമ്മുടെ ബോലുവിന് ഫുഡൊക്കെ കൊടുത്തു. അവൻ സെറ്റായി. അപ്പോൾ കുറച്ച് നേരം അവന് അവിടെ പോയി കിടക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ വേഗം ഞാനിതാ ഫുഡൊക്കെ റെഡിയാക്കി കുട്ടികളെ വിളിച്ചു. അവരെണീറ്റ് അവരെ കുളിപ്പിക്കലും 3 പേരെ കുളിപ്പിക്കലും റെഡിയാക്കലും കഴിഞ്ഞു കേട്ടോ. ഇനി ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ചായ ചൂടാറാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എണീറ്റ് ഉടനെ ഇവർക്ക് വെള്ളം കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ടൈം ലേറ്റ് ആയത് കാരണം വേഗം കുളിപ്പിച്ചിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ 2 പേരും തല നനച്ചിട്ടില്ല. ചെറിയൊരു പനി ഉള്ളത് കാരണം 2 പേരെ തല നനച്ചിട്ടില്ല. വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇനി തല നനയ്ക്കാമല്ലോ, അപ്പോൾ മുടി ഉണങ്ങിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് മേൽ കഴുകിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് നല്ല കുട്ടികളായി ടാറ്റയും ഉമ്മയൊക്കെ തന്നു. ഇതാ ബസ്സിൽ പോകണം, സ്കൂൾ ബസ് അതാ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഇതാ നല്ല ഇതാണ് കേട്ടോ. ഇനി നമുക്ക് റൂം ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് റെഡിയാക്കാം. Dad. അതും വേണ്ടേ? അത് ഓക്കെ.
ഓക്കെ ടാറ്റാ ടാറ്റ ടാറ്റാ ബ One, two, one, two. Pari, one. Terno. Pari, one, two. Pari. A. E. O. പറഞ്ഞ എ ഐ ഐ ഐ പറഞ്ഞ ഓ ഓ ഓ പറയുന്ന ഓ ഓ അറിയില്ല അം എ എ എ ഇത് നോക്കി ഗെയിം ആകെ ടോയ്സ് വലിച്ചു വരിട്ടിരിക്കണല്ലേ ഓൺ ചെയ്യേ വാവേ ഓൺ ചെയ്യേ ഇത് ഓണാക്കണില്ല ചാർജില്ല Pee-pee. There was a mother lion who had 2 little cubs. She loved them very much. One day, a hunter walked through the forest. നോക്ക് ഓടിച്ചാ നോക്കട്ടെ ചവിട്ടിക്കത് പ്രസ് ചെയ്ത നോക്കട്ടെ പോകണ്ടോ നോക്കട്ടെ പ്രസ് ചെയ്യ് നല്ല ചെയ്യ് ചെയ്താ നോക്കട്ടെ പോണു വണ്ടി പോണി ഒന്നുകൂടി ഒന്നുകൂടി ആ പോട്ടെ 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 വാ പോട്ടെ 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 അതോ പോട്ടെ 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 ചാർജിലല്ല അതായിച്ചു ഇത് ശരിക്കും വെക്ക് അതുപോലെ സ്റ്റോപ്പ് 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 കം കം ഇത് സ്ട്രൈറ്റ് വെക്കി ചെറുക്ക കൈ എടുക്ക് അതോ ഒക്കെ പൊട്ടിച്ചോട്ടാ പപ്പടം ചീത്തേക്കും ഇമ്മേ മതി സ്റ്റോപ്പ് മതി സ്റ്റോപ്പ് 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 ഓഫ് ചെയ്യട്ടെ ഓഫ് ചെയ്യട്ടെ ഓഫ് ചെയ്യട്ടെ ഓഫ് ചെയ്യട്ടെ പറ്റില്ല അപ്പോൾ ഓഫായില്ലേ അയ്യോ 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 മെച്ച വയ്യാതെയില്ലേ എൻ്റെ പൊടിയിട്ട് ഇനി എന്തിനാ വേണോ നോ
കം 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 ഇനി വേണ്ട ഈ പാട്ട് ഇത് കറക്റ്റ് ആക്കണ്ട ആദ്യം. ആ യെസ്, ഇത് കറക്റ്റ്. ഓക്കെ, എന്നിട്ട് വേണം. ഓക്കെ, അമർത്ത്. അയ്യോ, പോട്ടെ പോട്ടെ. മാറ്റി മാറ്റിക്കോ മാറ്റിക്കോ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇനി മതി. ഇനി നെക്സ്റ്റ്. ഇനി സൈക്കിൾ. ഇനി വേണ്ട, ഇനി സൈക്കിൾ വെച്ച് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അങ്ങനെ വീട് ഫുള്ളടിച്ച് തുടച്ചു. പോരാത്തതിന് ഡ്രസ്സെല്ലാം പരത്തിയിട്ടു. പിന്നെ മേലും കഴുകി സമയം ഇങ്ങനെ കുറച്ച് നേരം വാവൻ്റെ കൂടെ അവിടെ ടോയ്സ് റൂമിൽ കളിച്ച് സമയം പോയി. അങ്ങനെ ഏകദേശം ഒരുവിധ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് നേരം ഇതാ പുറത്ത് ഇങ്ങനെ കാഴ്ച നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. നേരത്തെ എണീറ്റ് ഇങ്ങനെ ഇരുന്നത് കാരണം, ഓരോന്ന് ചെയ്ത് കാരണം, പിന്നെ പോരാത്തതിന് പ്ലസ് നോമ്പും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉറക്കം വരുന്നത്. സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കം പതിവില്ലാത്തതാണ്. അപ്പോൾ നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാം എൻ്റെ കഴിയാറുണ്ട്. ഒരു 10 മണിയാകുമ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടിയും കഴിയാറുണ്ട്. ഇപ്പോൾ നോമ്പായിട്ടും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസും ഉണ്ട് കുറച്ച്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കണ പോലെ തന്നെ ആ ഒരു ടൈമിൽ ഞാൻ എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കും. നോമ്പായതുകൊണ്ട് കുട്ടികൾക്ക് മാത്രം ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നോമ്പാണെങ്കിൽ അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും എൻ്റെ കിച്ചൺ പരിപാടിയൊക്കെ കഴിയും. പിന്നെ വീടടിക്കലും തുടക്കലും കുളിയും അത് ചിലപ്പം ഒരു 12 മണിൻ്റെ ഉള്ളിൽ കഴിയുള്ളൂ. കാരണം അപ്പോഴേക്കും നമ്മുടെ ഒലിവ് അലമ്പ് തുടങ്ങും. കുറച്ച് നേരം കരച്ചിലും പിരിച്ചിലാവും. അവൻ്റെ കൂടെ കുറച്ച് നേരം നിൽക്കണം, ഇരിക്കണം. അതിന് അവൻ്റെ അപ്പിടലും അതും ഒക്കെ കഴിഞ്ഞ് അവർ പോകുമ്പോൾ തന്നെ കുളിക്കും കേട്ടോ. ഒരുമിച്ച് കുളിക്കുള്ളൂ. പിന്നെ അപ്പിടലും അതൊക്കെ ചിലപ്പം നേരത്തെ ഉണ്ടാവും, ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവൻ്റെ പിന്നെ ഫുഡ് കൊടുക്കലും പിന്നെ ചിലപ്പോൾ ഉറങ്ങും നേരത്തെ, ചിലപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ അവൻ്റെ വാശിക്കൊപ്പം ഇങ്ങനെ ആയി ഒരു 11-11:30 ആ ഒരു ടൈം എന്തായാലും 12 മണിക്കുള്ളിലാവുള്ളൂ. പിന്നെ അപ്പോൾ ഇപ്പം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഉറങ്ങണം. അവൻ എന്തായാലും രാവിലെ ഉറങ്ങിയിട്ടില്ല. അവർ പോയി കഴിഞ്ഞതിന് ശേഷം പൊതുവേ ഉറങ്ങാറുള്ളതാണ്. അപ്പോൾ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങിയില്ല. ഇപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം എന്തായാലും കിടന്നാൽ ഉറങ്ങാം. അപ്പോൾ ബാങ്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങി. കുറച്ച് നേരം ലേറ്റ് ആയാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം എണീറ്റ് നമുക്ക് ലോഹറും നിസ്കരിക്കാം. പിന്നെ അപ്പോഴേക്കും അസറാവും. അപ്പോൾ അത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികൾ വരുമ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ളത്, കുട്ടികൾക്കുള്ള ചായക്കുള്ളത് ഒക്കെ കൂടി ഒരുമിച്ച് ചാടാപ്പാടായിരിക്കും. എന്തായാലും നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം. ഇനി അത് എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ബിസി ആയിരിക്കും ഞാൻ. അപ്പോൾ ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കണ സമയത്തുള്ള വീഡിയോ എന്തായാലും എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പം ചിലപ്പം ഇടാൻ പറ്റുവാണെങ്കിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണുന്ന നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ നല്ല രസമുണ്ടായിട്ട് തോന്നും. എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ആരും ഹെൽപ്പിങ്ങിന് ഇല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഉണ്ടാകുമ്പോൾ കുറച്ച് കുട്ടീനെ നോക്കും. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഹെൽപ്പാണ്. അപ്പോൾ ഉമ്മയും ആരും ഒന്നും ഇല്ലെങ്കിൽ ഒരുപാട് ഇതാണ്. കാരണം കുട്ടികളെ ആ ഒരു സമയത്തിന് എണീപ്പിക്കലും ഒരുക്കലും പറഞ്ഞു വിടലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ ഭയങ്കര ഒരു ഇതാണ്, റിസ്ക്കാണ്. കാരണം 3 പേർക്ക് 3 സമയത്ത് 3 മൂഡുകളായിരിക്കും. അവർ ചിലപ്പോൾ ഒരാൾക്ക് വാശിയായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് കരച്ചിൽ മാത്രമായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് ഒരു ഡള്ളായിട്ടുള്ളൊരിതായിരിക്കും. അങ്ങനെയൊക്കെ ആവുമ്പോൾ
3 പേരെയും ഒരേ സമയം മാനേജ് ചെയ്ത് അങ്ങനെ പോക്ക് കുറച്ച് റിസ്ക്കാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതുവരെ സ്മൂത്തായി കൂളായി പോവുന്നുണ്ട്. പക്ഷേ ടൈമിങ്ങിനൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. ആ സമയത്തൊന്നും എന്തായാലും പറ്റില്ല. പിന്നെ ചിലപ്പോൾ ബസ് വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പായിരിക്കും വേഗം ഫാസ്റ്റാക്കിയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഒലിവ് ഉണ്ടല്ലോ, ഫുഡൊക്കെ കഴിച്ച് കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വന്നിക്കുകയാണ്. എന്തിനാണ് പഠിക്കാൻ? ഉമ്മച്ചിൻ്റെ ബുക്ക് എടുത്ത് പഠിക്കുകയാണ്. ഉമ്മച്ചി അവിടെ വെച്ച ബുക്ക് എടുത്തിട്ട് ഒലിവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കേൾപ്പിച്ചിട്ട് പഠിക്കുന്നത് വായിച്ച ഇംഗ്ലീഷാണ്. നമ്മൾ ദുവക്കുട്ടീനെ പഠിപ്പിച്ച് ലാസ്റ്റ് അവൻ പഠിച്ചു. ഇംഗ്ലീഷ് ബുക്കാണ്. എന്താണ് പറയണമെന്ന് കേട്ടോ. ഇതെന്താ ഇത് വായിച്ച വായിക്ക് നോക്കിക്കോട്ടോ. ഫോണിൽ നോക്കണ്ട, പറയ്. പറയ്. വൺ പറയ് പൊന്നുവാ. വൺ. അവന് നാണമായി ഒക്കെ പറയും. കൊറേ പഠിച്ചിക്കണോന്. ടാറ്റാ. തൊട്ടെടുത്തോളാം. അവിടേക്ക് ഉറങ്ങാൻ പോവാ. ഉറങ്ങാ. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ. നമുക്ക് കുറച്ചുകൊണ്ട് അയക്കാം. ബാങ്ക് വിളി നോക്കിയിരുന്നാൽ നടക്കൂല. കാരണം ബാങ്ക് വിളിക്കാൻ ഇനിയും കുറേ സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുകയാണ്. ഓക്കെ.